ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഇന്നലെ ഒരു വാർത്തയുണ്ടായിരുന്നു. അതായത് പ്രയാഗ് മഹാകുംഭമേളയിൽ വൈറലായ മൊണാലിസ ഭോസ്ലെ എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു പരാതി കൊടുക്കുന്നുണ്ട്. അതായത് അവളെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിച്ച സംവിധായകൻ പല തവണയായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസ്. അങ്ങനെ ആ കേസ് എറണാകുളത്ത് കേസ് രജിസ്റ്റർ ചെയ്യുകയും പോക്സോ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് കണ്ടപ്പോൾ ഈ ഒരു കാര്യം പറയണം തോന്നി. നമുക്കെല്ലാവർക്കും അറിയാം, യുപിക്കാരനായ ഫർമാൻ ഖാനോടൊപ്പം പ്രയാഗിലെ മഹാകുംഭമേളയിൽ വൈറലായ മൊണാലിസ ഭോസ്ലെയും കൂടി കേരളത്തിലേക്ക് ഒളിച്ചോടുകയും ഇവിടെ വന്നിട്ട് നമ്മുടെ സർക്കാരിനോട് കല്യാണം കഴിക്കാൻ വേണ്ടി സഹായം അഭ്യർത്ഥിക്കുകയും അങ്ങനെ CPM-ലത്തെ കുറച്ച് നേതാക്കളും അമ്പലത്തിലെ കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ കേരളത്തിലെ മന്ത്രിയും അതുപോലെ തന്നെ MP ഒക്കെ ചേർന്നിട്ട് CPM-ന്റെ ഇടതുപക്ഷത്തിൻ്റെ MP ഒക്കെ ചേർന്നിട്ട് വിവാഹം കഴിപ്പിച്ചു കൊടുത്തിരുന്നു. അതിനുശേഷം വലിയ വിവാദമാണ് ഈ ഒരു വിവാഹമായിട്ടുണ്ടായിരുന്നത്. കാരണം പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ലെന്നും പെൺകുട്ടി ഒരു പട്ടികവർഗക്കാരിയാണെന്നും ഒക്കെ പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പിടിച്ചു കെട്ടിച്ചു വിട്ടു എന്നും പട്ടികവർഗാതിക്രമം എന്ന പേരിലുമൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ട് ഒരു വമ്പൻ കേസ് കേരളത്തിലെ ഇടതു നേതാക്കൾക്ക് മൊണാലിസ ഭോസ്ലെയും അതുപോലെ തന്നെ ഫർമാൻ ഖാനും കൂടി തലയിൽ വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ തിരക്കിട്ടിട്ട് കെട്ടിച്ചു കൊടുത്ത ഈ കല്യാണ നടത്തിപ്പുകാരെ രക്ഷിക്കേണ്ടത് സർക്കാരിനും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളുടെയും ബാധ്യതയെ. ഇത് പറയാൻ കാരണം കേരളത്തിലെ CPM സെക്രട്ടറി ഗോവിന്ദനും അതുപോലെ തന്നെ മറ്റ് കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് നാഗരാജ് നൽകിയ ഹർജി തള്ളിക്കളയണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ടത്രേ. കുംഭമേള വൈറൽ താരം മൊണാലിസ ഭോസ്ലെയെ കെട്ടിച്ചുവിട്ട സംഭവവുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി, MP AA റഹീം, അമ്പല ഭാരവാഹക കമ്മിറ്റികൾ അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥർ ഉൾപ്പെടെ 6ഓളം പേർക്കെതിരെയുള്ള കേസുകൾ തള്ളിക്കളയാൻ അത്ര വേഗം ആകില്ലെന്നും വിവാഹം സംബന്ധിച്ച് മെയ് 20 മുന്നേ മധ്യപ്രദേശിലെ പോലീസ് റിപ്പോർട്ട് ഹാജരാക്കാനും പോക്സോ കോടതി ജഡ്ജി MP ഷിബു ഉത്തരവിട്ടിരിക്കുകയാണ്. പോക്സോ, ബാലവിവാഹം, പട്ടികവർഗ അതിക്രമം തടയൽ എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടാണത്രേ മൊണാലിസ ഭോസ്ലെയുടെ വിവാഹം സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുകയും വിശദമായി അന്വേഷിക്കുകയും ചെയ്യണമെന്നാണ് അഡ്വക്കേറ്റ് നാഗരാജ് തൻ്റെ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി, ജൂത യുവാവും ഹിന്ദു യുവതിയും തമ്മിൽ ഹിന്ദു മതാചാര പ്രകാരം വിവാഹം നടത്താൻ പാടില്ലെന്നാണ് 1955 വകുപ്പ് പ്രകാരം പറയുന്നത്. ഇത് ലംഘിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ താല്പര്യത്തിനും വോട്ട് ബാങ്കിനും വേണ്ടി നിയമവിരുദ്ധമായി CPM നേതാക്കൾ പ്രവർത്തിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. കൂടാതെ നിയമം അറിയുന്ന പൂവാർ പഞ്ചായത്തിലെ പ്രസിഡന്റ് AJ ആതിരയും ഈ നിയമം ലംഘിക്കാൻ, അതായത് 1955 നിയമം ലംഘിക്കാൻ കൂട്ടുനിന്നു എന്നാണ് ഹർജിക്കാരൻ പറയുന്നത്. അതുപോലെ തന്നെ സ്മാർട്ട് ആപ്പ് വഴി വിവാഹം രജിസ്റ്റർ ചെയ്ത് നൽകുകയും ഇതാണ് യഥാർത്ഥത്തിലുള്ള കേരള സ്റ്റോറി എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അങ്ങ് തള്ളുകയും ചെയ്തു. കൂടാതെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ഇടതു നേതാക്കൾ കൂട്ടുനിന്നു എന്നും നാഗരാജ് നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട്. എന്തായാലും MV ഗോവിന്ദനും അതുപോലെ തന്നെ ശിവൻകുട്ടിക്കും AA റഹീമിനും പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു വന്ന മുഹമ്മദ് ഫർമാൻ ഖാനും അരുമാനൂർ നായനർ ദേവക്ഷേത്ര യോഗം പ്രസിഡന്റ് ഹരീന്ദ്രൻ, സെക്രട്ടറി അജിത്ത് എന്നിവർക്കെല്ലാം ഫർമാൻ ഖാന്റെയും പ്രയാഗ്രാജ് മഹാകുംഭമേള വൈറൽ ഗേളിന്റെ മൊണാലിസ ഭോസ്ലെയുടെ മക ഗോവിന്ദ തന്നെയായിരിക്കും. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും രണ്ടുവട്ടം ആലോചിക്കുന്നത് നല്ലതാണെന്ന് ഈ ഗുണപാഠത്തിലൂടെ നമുക്കൊക്കെ മനസ്സിലാക്കാം. മറ്റൊരു നല്ലൊരു വീഡിയോ കൊണ്ടുവിടാൻ വരുന്നിരിക്കുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.